എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ ഊഞ്ഞേരി. ആസത്തെ! അല്പസമയത്തിന് ശേഷം സോഫയിൽ നിന്ന് സുധാകരൻ വീണ്ടും എഴുന്നേറ്റ് ശ്രേയെ പിടിച്ചു വലിച്ചു. അദ്ദേഹത്തിന്റെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. ദേഷ്യവും സങ്കടവും കൊണ്ട് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പാടെ വിട്ടുപോയിരുന്നു. സുധാകരൻ ദേഷ്യത്താൽ വീണ്ടും അലറി. സുധാകരേട്ടാ, നിങ്ങളൊന്ന് അടങ്ങ്. അവള് പറഞ്ഞ സത്യ. അതിന് അവളെ തല്ലിച്ചാച്ചുകൊണ്ട് കാര്യമില്ല. മുന്നോട്ട് എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. പത്മ ഒരു പേടിയോടെ പറഞ്ഞതും അദ്ദേഹം അവരെ രൂക്ഷമായി നോക്കി, ഒന്നും പറയാതെ. ശില്പയെ ശ്രീ വിവാഹം കഴിച്ചാൽ മാത്രമേ ശ്രേയെ താലി കെട്ടുള്ളൂ എന്നാ അവൻ ഇപ്പൊ പറയുന്നു. ഓഹോ, അവൻ അത്രക്കായോ? എന്നാ പിന്നെ അതൊന്ന് കാണല്ലോ. അത് കേട്ടതും ഇന്ദ്രൻ ദേഷ്യത്താൽ പറഞ്ഞു. മുത്തശ്ശ! ഇന്ദ്രന്റെ ഉള്ളിൽ അദ്ദേഹം ഒന്ന് തലയുയർത്തി നോക്കിയെന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കണ്ണുനീരിനാൽ കലങ്ങിയിരുന്നു. മുത്തശ്ശ, വിഷമിക്കാതിരിക്കുക. ഇതിനൊരു പരിഹാരം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരുള്ളൂ. മഹി, അവൻ എന്ത് കണ്ടിട്ട് ഈ സംസാരം? അത് ഈ ശ്രീമംഗലത്താരോട്? കയ്യിലൊരു ഗവൺമെന്റ് ജോലി ഉണ്ടെന്ന് എഴുതി ഇത്രക്കായോ? എന്താ മായവന്റെ പെങ്ങളല്ലേ? ശ്രീയേട്ടാ, ഇറങ്ങി വാ. ഇന്ദ്ര മുകളിലേക്ക് നോക്കി വിളിച്ചു. ഇപ്പൊ തന്നെ നമുക്ക് അവിടെ വരെ പോണം. ശില്പയായിട്ട് വിവാഹം കഴിക്കാതെ അവൻ സ്നേഹിച്ച് ഈ അവസ്ഥയിലാക്കിയ പെണ്ണിനെ ഏറ്റെടുക്കില്ലേ എന്നുള്ളത് ഇപ്പൊ തന്നെ അറിയണം. ഇന്ദ്രന്റെ ഉച്ചത്തിലുള്ള വിളിയും സംസാരം കേട്ടതും ശ്രീഹരി ഒന്നും മിണ്ടാതെ താഴേക്ക് ഇറങ്ങി വന്നു. കേട്ടതൊന്നും സത്യമാവില്ലേ എന്ന് ഒരു നിമിഷം അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഏട്ടനൊരിക്കലും മായ നഷ്ടപ്പെടില്ല. ഇവരുടെ വിവാഹം നടക്കും, നമ്മൾ നടത്തിക്കും. ഈ ശ്രീമംഗലം വീട്ടിലെ പെണ്ണിനെ ഈ രീതിയിലാക്കിയിട്ട് അവന്റെ ഒരു സംസാരം അത് ഇന്നത്തോളം നിർത്തി കൊടുക്കണം നമുക്ക്. ഇന്ദ്രന്റെ രക്തം ദേഷ്യത്താൽ തിളച്ചു മറിഞ്ഞു. ഏട്ടൻ വന്നേ. ഇന്ദ്രൻ ശ്രീഹരിയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. ശ്രീഹരി ഒന്നും പറയാനാവാതെ ഇന്ദ്രന്റെ പിന്നാലെ യാന്ത്രികമായി നീങ്ങി. ഇന്ദ്രേട്ടാ! പിന്നിൽ നിന്ന് ശ്രേയയുടെ വിളിയേട്ടത് ഇന്ദ്രനും നിന്നു. വേണ്ട, നിങ്ങളിപ്പോ അങ്ങോട്ട് പോകണ്ട. പിന്നെ അങ്ങോട്ട് പോവാതെ ഇതിന് തീരുമാനം ഉണ്ടാവണ്ടേ? തീരുമാനം ഞാൻ പറഞ്ഞല്ലോ. അത് നടക്കില്ല ശ്രേയ. അതിന് നീ കാത്തിരിക്കുകയും വേണ്ട. ഏട്ടന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് വേണോ എനിക്കൊരു ജീവിതം? ഏട്ടൻ ശില്പയെ വിവാഹം കഴിച്ചില്ലെങ്കിലും ഈ വിവാഹം നടക്കും. നീ വിഷമിക്കണ്ട. ഈ ഏട്ടന്മാര് നിനക്ക് അവനെ കൊണ്ടുതരും. അത് ശരിയാവില്ല. അതേ ശരിയാവത്തുള്ളൂ. അവന്റെ പെങ്ങന്മാര് തന്നെയല്ലേ മായും ശില്പയും. അതിൽ ഇത്രയും കാലം സ്നേഹിച്ച മായാവുന്നതിൽ എന്താ ബുദ്ധിമുട്ട്? അത് നീ ഒന്ന് പറഞ്ഞ എന്ന് തന്നെയാൽ ഇത് നടക്കില്ല. ഏട്ടാ വേണ്ട. കയറി പോടിയാത്ത്. അവർക്ക് ചെയ്യാനുള്ള അവർ ചെയ്യട്ടെ. സുധാകരൻ അവളെ നോക്കി ചീറി. അതോടെ അവൾ നിശബ്ദയായി റൂമിലേക്ക് നടന്നു. നിന്നോടും കൂടെയാ ഇനി ഇവിടെ തീരുമാനം എടുക്കാൻ ആണുങ്ങളുണ്ട്. നിന്റെയും നിന്റെ മോളുടെയും ഒരു അഭിപ്രായം ഇനി ഈ ശ്രീമംഗലത്ത് നടക്കില്ല. സുധാകരൻ ഭാര്യയെ നോക്കി പറഞ്ഞു. അവരോടൊന്ന് പോയി. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? എത്ര നേരമായി വിളിക്കുന്നു. ഇനി ശ്രീമംഗലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ആവോ? ഒന്നും അറിയില്ലല്ലോ. ചെയ്യുന്ന തെറ്റാണെന്നറിയാം. എൻ്റെ ചേച്ചി, എന്നോട് ക്ഷമിക്കണേ. ശ്രീയേട്ടൻ ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി. അതിനെ ആർക്കു വേണ്ടി മാറ്റി ചിന്തിക്കാനാവില്ല. ശ്രേയ ഒരു പൊട്ടിപ്പെണ്ണ. അവളിലൂടെ തൻ്റെ ആഗ്രഹം നേടിയെടുക്കണം. താൻ മരിക്കാന്ന് പറഞ്ഞ അവൾ അതും ചെയ്യും. അത്രയ്ക്ക് കാര്യം അവൾക്ക് തന്നെ. ശില്പ ഓരോന്നോർത്ത് നിൽക്കവെയാണ് ശ്രേയയുടെ കോൾ അവളെ തേടിയെത്തിയത്. ശ്രേയ, നീ ഇത് എവിടെയാ? എത്ര നേരമായി വിളിക്കണു? ഒന്നും പറയണ്ടടി, ഇവിടെ ആകെ പ്രശ്നമായി. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറയേണ്ടി വന്നു. അയ്യോ ഷു, അങ്ങനെയൊക്കെ സംഭവിച്ചോ? അതെ. പക്ഷെ അതൊന്നും പറഞ്ഞിട്ടു രക്ഷയില്ല ശില്പ. എന്തു വന്നാലും നിന്നെ ശ്രീയേട്ടൻ മാരേജ് ചെയ്യാതെ എൻ്റെയും അയ്യൻ്റെയും വിവാഹം നടത്തിക്കെന്ന് പറഞ്ഞ് ഇന്ദ്രേട്ടനും ശ്രീയേട്ടനും അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അയ്യോ, ഇനി എന്ത് ചെയ്യും ശ്രേയ? എനിക്കറിയില്ലടി. നിനക്ക് വേണ്ടി ഇല്ലാത്ത ഗർഭം പോലും ഉണ്ടാക്കി പറഞ്ഞ് അതിന് അച്ഛനോട് ഒരുപാട് അടിയും കിട്ടി. എല്ലാവർക്കും മുമ്പിൽ നാണകിടുകയും ചെയ്തു. ഇനി ഒന്നും ചെയ്യാനില്ലടി. ഞാനും നോക്കട്ടെ, നീ ഫോൺ വെച്ചോ. എന്ത് ചെയ്തിട്ടാലും നിന്റെ ഏട്ടനെ ഞാൻ സ്വന്താക്കും ശ്രേയ. ഇനി മായേച്ചി ഇല്ലാതാക്കിയിട്ടായാലും. ശ്രേയയുടെ കോൾ കെട്ടിയത് സ്വയം പറഞ്ഞുകൊണ്ട് അവൾ ബെഡിലേക്ക് കിടന്നു. ശ്രീയേട്ടൻ താൻ പോലും അറിയാതെ എപ്പോഴോ മനസ്സിൽ കൂടുകൂട്ടിയ നുണക്കുഴിയുടെ ഉടമ. ശ്രീമംഗലം തറവാട്ടിലെ സുധാകരന്റെ മകൻ ശ്രീഹരി, ശ്രീമംഗലം ഗ്രൂപ്പിന്റെ MD. അതിലുപരി ആ വീട്ടിലെയും ഓഫീസിലെയും എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നവൻ. എല്ലാം കൊണ്ടും ജെന്റിൽമാൻ. പക്ഷേ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അവന്റെ ഹൃദയം കീഴടക്കിയ പെണ്ണ് അത് തന്റെ ചേച്ചിയാണ്. മായ എന്ന തന്റെ ചേച്ചിയുടെ പ്രണയമാണ് ശ്രീഹരി. തനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്നതാണ് അവരുടെ പ്രണയ സല്ലാപങ്ങൾ. ഒളിഞ്ഞും മറിഞ്ഞും എത്രയോ തവണ അവരുടെ സംസാരത്തിന് സാക്ഷിയായിട്ടുണ്ട്. അതിനിടയിൽ എപ്പോഴാണ് ആ സ്നേഹം തനിക്ക് വേണമെന്ന് തോന്നി തുടങ്ങിയെന്ന് ഇപ്പോഴും അറിയില്ല. ആ ഇടക്കാണ് തേടിയ വഴി കാലിൽ ചുറ്റിയ പോലെ കോളേജിൽ വെച്ച് ശ്രീയേട്ടന്റെ പെങ്ങൾ ശ്രേയയെ പരിചയപ്പെടുന്നത്. വലിയ അടുപ്പൊന്നും അവളോട് തോന്നിയില്ലെങ്കിലും ശ്രീയേട്ടനിലേക്ക് അടുക്കാൻ ശ്രേയ തന്നെയാണ് നല്ലൊരു വഴിയെന്ന് മനസ്സിൽ നിന്ന് ആരോ പറഞ്ഞതും അവളിലേക്ക് കൂടുതൽ അടുത്തു. തനിക്കാവുന്നതിനേക്കാൾ കൂടുതൽ. ഇടയ്ക്കിടയ്ക്ക് ശ്രീയേട്ടനെ കാണാനായി ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ശ്രേയയുടെ കൂടെ ശ്രീമംഗലത്ത് പോകും. ആളെപ്പോഴും അവിടെ ഇല്ലെങ്കിലും എന്തോ ഒരാവേശം മനസ്സിൽ നിറഞ്ഞു നിന്നു ഓരോ തവണ പോകുമ്പോഴും.
അതിനിടയിലാണ് ഒരു ദിവസം തന്റെ കൂടെ മയ്യേട്ടൻ ശ്രേയയെ കാണുന്നത്. തന്റെ ഭാഗ്യത്തിന് മയ്യേട്ടൻ ആദ്യം കണ്ടപ്പോൾ തന്നെ അവളെ അങ്ങ് ബോധിച്ചു. എപ്പോഴും അവർ പരസ്പരം സംസാരിച്ചപ്പോൾ ശ്രേയക്കും ഇഷ്ടമായി. പിന്നെ ശ്രീയേട്ടനിലേക്ക് എത്തിപ്പെടാൻ തനിക്കൊരു പ്രയാസവും വന്നില്ല. കോളേജിൽ എന്തോ ഒരു ദിവസം ശ്രീയേട്ടൻ അവളെയും കൊണ്ടുവന്നപ്പോൾ തന്റെ ഉള്ളിലുള്ള ഇഷ്ടം പറയാതെ അങ്ങ് പറഞ്ഞു. അത് അവളുടെ മനസ്സിൽ കൊണ്ടു. പിന്നെ അവൾക്ക് ഏട്ടന്റെ പെണ്ണായി താൻ മതിയെന്നായി. അങ്ങനെ ആക്കിയെടുത്തു. ഇന്നിതാ ഇല്ലാത്ത ഗർഭം പോലും തനിക്ക് വേണ്ടി അവൾ ഉണ്ടാക്കി പറഞ്ഞിരിക്കുന്നു. ഇത്രയൊക്കെ എത്തിക്കാൻ നിന്റെ ഈ കൂട്ടുകാരിക്ക് പറ്റിയെങ്കിൽ ബാക്കി കൂടെ ഞാനൊരു തീരുമാനത്തിൽ എത്തിക്കും മോളെ. ശില്പ മനസ്സാൽ പറഞ്ഞു. പുറത്തുമായി ചേച്ചിയോടും അച്ഛനോടും സംസാരിക്കുന്നതൊക്കെ ശില്പ കേൾക്കാമായിരുന്നു. താനിപ്പോൾ അങ്ങോട്ട് പോയാൽ ശരിയാവില്ലെന്നറിയാവുന്നതുകൊണ്ട് അവൾ അങ്ങനെ അനങ്ങാതെ കിടന്നു. എന്തായാലും ശ്രീയേട്ടനും ഇന്ദ്രേട്ടനും വരട്ടെ, അപ്പോൾ ഒന്നും അറിയാത്ത പോലെ പുറത്തേക്ക് ഇറങ്ങാം. ശില്പ ഒരു പുഞ്ചിരിയോടെ ബെഡിലേക്ക് അമിഴ്ന്നു കിടന്നു. ചേച്ചി എന്നൊന്നും പറയാത്ത ഈ ഒരു കാര്യത്തിൽ ചേച്ചിക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ലെന്നറിയാം. എന്നിരുന്നാലും എന്തെങ്കിലും ഒന്നും പറയും. ശില്പയെ ശ്രീയേട്ടൻ വിവാഹം കഴിച്ചാൽ മാത്രമേ ഇങ്ങോട്ട് വിവാഹം നടക്കുള്ളൂ. മഹിയുടെ വാക്കുകൾ ഓരോന്നും മായയുടെ ഹൃദയത്തെ കീറി മുറിക്കുന്നതായിരുന്നു. തന്റെ പ്രാണനെയാണ് മഹി ചോദിക്കുന്നത്. ശ്രീയേട്ടന് മറ്റൊരാൾ കൊടുക്കുന്ന പോയിട്ട് ആലോചിക്കാൻ പോലും ഈ ജന്മം തനിക്ക് കഴിയില്ല. അത് സ്വന്തം അനിയത്തിക്കായാലും. അല്ലെങ്കിലും മഹി ചേച്ചിയുടെ ജീവിതം അനിയത്തി കൊടുക്കാൻ കെഞ്ചുന്ന എന്തിനാണ്? അനിയത്തിയും ചേച്ചി അവന്റെ സ്വന്തം ചോര തന്നെയല്ലേ? ഒരേ അച്ഛനും അമ്മയ്ക്കും പിറന്ന് ഒരമ്മയുടെ വയറ്റിൽ ജന്മെടുത്തവർ. ചേച്ചി മതി ആലോചിച്ച് പെട്ടെന്നൊരു തീരുമാനം പറയണം. അവന്റെ വാക്കുകൾ വീണ്ടും അവളുടെ ഹൃദയത്തെ കോർത്തു വലിച്ചു. നിർത്തടാ, നീ ആരോടാ സംസാരിക്കുന്നതെന്നറിയോ? അച്ഛൻ ഇതിൽ ഇടപെടണ്ട, ഇത് ഞങ്ങൾ തീരുമാനത്തിലെത്തിച്ചോളാം. നിർത്താനല്ലേ നിന്നോട് പറഞ്ഞ്? അച്ഛന്റെ സ്വരം കെടുത്തു. എന്ത് തീരുമാനമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? അവളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ടാണോ നിങ്ങൾ തീരുമാനം ഉണ്ടാക്കുന്നത്? അച്ഛാ, ചേച്ചിക്ക് ശ്രീയേട്ടൻ തന്നെ വേണമെന്നെന്താ നിർബന്ധം? ശില്പക്ക് അവൻ തന്നെ വേണമെന്നെന്താ നിർബന്ധം? അവന്റെ ചോദ്യത്തിന് എടുത്തടിച്ച പോലെ അച്ഛൻ തിരിച്ചു ചോദിച്ചു. ചേച്ചിക്ക് അധികം വിദ്യാഭ്യാസമൊന്നുമില്ലല്ലോ, വല കൂലിപ്പണിക്കാരനെ നോക്കിയാൽ പോരെ? ശില്പക്കല്ലേ വിദ്യാഭ്യാസം കൂടുതലുള്ളത്. ശ്രീമംഗലം ഗ്രൂപ്പിന്റെ MD ആയ ശ്രീഹരി വിവാഹം കഴിക്കാൻ എന്തുകൊണ്ട് യോഗ്യത ശില്പക്ക് തന്നെയാ. പിന്നെ പ്രേമം, അതൊക്കെ മറക്കാനാവുന്നേ ഉള്ളൂ. കുറച്ചു ദിവസം അതിന്റെ വിഷമം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. എന്നാ പിന്നെ നിന്റെ പ്രേമം നീ അങ്ങ് മറന്നേക്ക്. ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം ശ്രീമംഗലത്തുള്ളവർ കണ്ടെത്തിക്കോളും. അല്ലെങ്കിലും നിന്നെ പോലെ നേരുന്നറിയില്ലാത്ത ഒരുത്തൻ ആ കുട്ടിയെ കെട്ടാതിരിക്കുന്ന എന്തുകൊണ്ടും നല്ലത്. അച്ഛൻ അവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. അച്ഛാ, അതുപോലെയാണ് ഇത്. ഒന്നുമില്ലെങ്കിൽ എനിക്കൊരു ഗവൺമെന്റ് ജോലിയെങ്കിലും ഉണ്ട്. ചേച്ചിക്ക് അവിടെ ചെന്നുകയറാൻ എന്ത് യോഗ്യതയുള്ളു? അതെന്താ അച്ഛൻ മനസ്സിലാക്കാത്തത്? മായി പറയുന്ന കാര്യങ്ങൾ കേട്ട് മായവനെ ഞെട്ടലോടെ നോക്കി. തന്റെ അനിയൻ തന്നെയാണോ ഇത്? അവരല്ല, മറ്റാരോ ആണ് ഇതൊക്കെ പറയുന്നതെന്ന് പോലും ഒരു നിമിഷം അവൾക്ക് തോന്നിപ്പോയി. വാക്കിലും പ്രവൃത്തിയിലും വല്ലാത്തൊരു മുറുക്കം. എന്തിനു വേണ്ടിയാണെങ്കിലും ആർക്ക് വേണ്ടിയാണെങ്കിലും ശ്രീയേട്ടൻ വിട്ടുതരാൻ ഞാൻ ഒരുക്കല്ല. എനിക്ക് സമ്മതമല്ല. മായ ഒരു ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞു തിരിഞ്ഞു. വാതിൽക്കൽ നിൽക്കുന്നവരെ കണ്ട അവളുടെ ഹൃദയം ചുട്ടുപൊള്ളി. ലക്ഷ്മി നിലയം, മാധവൻ, ഭാര്യ ശോഭ, മക്കൾ മായ, മഹീന്ദ്രൻ, ശില്പ, ശിവാനി. മാധവൻ ശ്രീമംഗലം ഗ്രൂപ്പിന്റെ ഓഫീസിലാണ് അദ്ദേഹത്തിന് ജോലി. ഭാര്യ ശോഭ വീട്ടു ജോലി അല്ലറ ചില്ലറ കുടുംബശ്രീ കാര്യങ്ങളുമായി നടക്കുന്നു. മായ +2 വരെ പഠിച്ചിട്ടും അച്ഛന്റെ കഷ്ടപ്പാട് കണ്ട് പഠനം അവിടെ വെച്ചങ്ങ് നിർത്തി. ശേഷം താഴെയുള്ളവരെ പഠിപ്പിക്കാൻ അച്ഛന്റെ സുഹൃത്തിന്റെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി കയറി. അവിടുന്ന് അങ്ങോട്ട് അച്ഛനെ പോലെ വീടും വീട്ടുകാര്യവും താഴെയുള്ളവരുടെ കാര്യം ഒരു കുറവും വരുത്താതെ നോക്കി നടത്തുന്നു. മഹീന്ദ്രൻ ഈ അടുത്താണ് അവന് തൊട്ടടുത്ത ടൗണിൽ കൃഷി ഓഫീസറായിട്ട് ജോലി കിട്ടിയത്. അതിന്റെ എല്ലാ അഹങ്കാരം അവന്റെ സംസാരത്തിലും പ്രവൃത്തിയിലുമുണ്ട്. ഒരു ഗവൺമെന്റ് ജോലി കയ്യിലുണ്ടായാൽ എല്ലാം ആയെന്നാണ് അവന്റെ ഇപ്പോഴത്തെ വിചാരം. ശില്പ ഡിഗ്രി 3rd ഇയർ സ്റ്റുഡന്റ് ആണ്. ശ്രീമംഗലത്തെ ശ്രീഹരിയുടെ അനിയത്തി ശ്രേയയുടെ വലങ്കയാണ് ശില്പ എന്ന് പറയുമെങ്കിലും കാര്യങ്ങളുടെ കിടപ്പുണ്ടാൽ നേരെ തിരിച്ചാണ്. ശില്പയ്ക്ക് എന്തിനേതിനും ശ്രേയയാണ് കൂട്ട്. ശിവാനി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മായേച്ചി എന്നാൽ ജീവനായി കാണുന്നവൾ. ആ വീട്ടിൽ കൂടപ്പിറപ്പുകളിൽ മായയോട് കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കുന്നവൾ. മായ സംസാരിക്കാൻ പഠിക്കുന്ന പല പ്രശ്നങ്ങളിലും ചേച്ചിക്ക് വേണ്ടി സംസാരിക്കാൻ മുന്നിൽ നിൽക്കുന്നവൾ. അതാണ് ശിവാനി. അതുകൊണ്ട് തന്നെ ശില്പക്കും മായിക്ക് എപ്പോഴും അവളൊരു പാരയാണെന്നാണ് അവരുടെ നിഗമനം. പക്ഷേ അവർക്ക് താൻ എങ്ങനെയായാലും അതിൽ നിന്ന് മാറാനും അവൾ തയ്യാറല്ല. മോനെ ശ്രീ ഇന്ദ്ര, മായയുടെ അച്ഛൻ വേദനയോടെ വിളിച്ചുകൊണ്ട് അവർക്കരിയിലേക്ക് ചെന്നു. അങ്കിൾ, എന്തൊക്കെയാ മോനെ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാ. അദ്ദേഹത്തിന്റെ വാക്കുകൾ സങ്കടത്തിൽ ചിന്നിച്ചിതറി. അങ്കിൾ വിഷമിക്കണ്ട, നിങ്ങളെല്ലാവരും കൂടിയാണെങ്കിൽ തീരുമാനമെടുത്തെന്നായിരുന്നു ഇത്രയും സമയം ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാ ഇവന്റെ മാത്രം പ്ലാനിങ് ആണ് ഇതെന്നുള്ളത് മനസ്സിലായത്. ഇന്ദ്രൻ മായയുടെ അച്ഛന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതേ അങ്കിൾ, ഇന്ദ്രൻ പറഞ്ഞ പോലെ ഇവിടെ എത്തുന്നവരെ ഞങ്ങൾ കരുതി അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇവൻ, അങ്കിളുടെ ഈ മകനുണ്ടല്ലോ, ഭയങ്കര സൂത്രശാലി അവൻ. ഇവന്റെ ഉള്ളിൽ ഇപ്പം അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. ശരിക്കും ഇവനെ ഇപ്പോഴാ മനസ്സിലായത്. ശ്രീഹരി പറയുന്നേട്ട് മാധവൻ മായയെ തറപ്പിച്ചെന്ന് നോക്കി. ദാ, എന്താണ് നിന്റെ മനസ്സിലിരിപ്പ്? ഞാനുമായി ഒരുമിച്ച് ജീവിക്കുന്നത് നിനക്കെന്താണ് എത്ര പ്രശ്നം? എന്റെ അനിയത്തി ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിച്ചിട്ട് അവളെങ്ങാനും കൈയൊഴിഞ്ഞാ വെച്ചേക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട.
ദേഷ്യത്താൽ വിറക്കുന്ന മുഖവുമായി ശ്രീഹരി മായിയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, ശ്രീയേട്ടാ പ്ലീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനൊന്ന് പറയട്ടെ, എന്നിട്ട് തീരുമാനിച്ച പോരെ ഞാൻ പറഞ്ഞതിന്റെ കാര്യകാരണങ്ങൾ. നിർത്തടാ, ഇനി നീ ഒന്നും പറയണ്ട. നിന്റെ ഒരു വിശദീകരണം ഞങ്ങൾക്ക് ഇനി കേൾക്കണ്ട. മായയോട് നിന്റെ അച്ഛനോട് ഇത്രയും നേരം നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കേട്ടു. അതിലപ്പുറം ഇനി നിനക്ക് എന്താടാ പറയാനുള്ളത്? അല്ലെങ്കിൽ ഇനി നീ എന്ത് പറഞ്ഞാലും അത് ഞങ്ങളുടെ അടുത്ത് വിലപ്പോവില്ല. അതുകൊണ്ട് ഇനി നീയൊന്നും പറയാൻ ശ്രമിക്കണ്ട. എന്റെ അനീതിക്ക് പറ്റിയൊരു അബദ്ധം അതാണ് നീ. അവൾക്ക് ഇത്രയും കാലത്തെ ജീവിതത്തിനുള്ളിൽ സംഭവിച്ച ഒരു അബദ്ധമാണ് നീയെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇനി മനസ്സിലായാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ അവിടെ അവസ്ഥ എങ്ങനെയായി പോയില്ലേ? അല്ലെങ്കിൽ നിന്നെ ദൂരെ കളഞ്ഞിട്ട് അന്തസ്സുള്ള ആഴത്തിന് എന്റെ അനിയത്തിക്ക് ഞങ്ങൾ കൊണ്ടുകൊടുക്കുമായിരുന്നു. പക്ഷേ അവള് നീ മോനെ, എന്താ ശ്രേയ മോൾക്ക് പറ്റിയത്? അച്ഛനും ഞെട്ടിലോടെ ശ്രീഹരിയെ നോക്കി. ശ്രീയേട്ടാ പറ, എന്താ ശ്രേയക്ക്? അച്ഛനും മായയും ശ്രീഹരിയെ പിടിച്ചോണ്ട് വീണ് ചോദിച്ചു. അത് മായ, ശ്രേയ ഗർഭിണിയാ. ദേ ഇവനെ തനി സ്വഭാവയുടെ അടുക്കൽ കാണിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ കാണിച്ചും പോരാ, ഗർഭിണിയായ അവളെ ഇവനെ ഏറ്റെടുക്കണമെങ്കിൽ ഞാൻ ശില്പയെ മാരേജ് ചെയ്യണമെന്ന്. ഇവന്റെ പ്ലാനിങ്ങാ നമ്മൾ ഈ കാണുന്നതെല്ലാം. മനുഷ്യനായ കുറച്ചെങ്കിലും ഉളുപ്പ് വേണ്ടേ? അത് ഇവന് ഇല്ലാതെയായി പോയി. മായി പറയുന്ന പോലുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. നിന്നെ വേണമെന്ന് നോക്കാൻ ഈ ജന്മം എനിക്ക് കഴിയില്ല മായേ. ശ്രീഹരി മായക്കുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു. അവളും അച്ഛനും അടക്കം മായയും ഞെട്ടലോടെ നോക്കി. മഹി, സത്യാണോടാ ശ്രീ പറഞ്ഞ്? അത് അച്ഛൻ, ഞാൻ വൃത്തികെട്ടവനെ. അച്ഛൻ അവനെ പിടിച്ച് മുമ്പിലേക്ക് വലിച്ചിട്ടു. എങ്ങനെ തോന്നിയടാ ആ കുട്ടിയോട് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ? പാവായിരുന്നില്ലടാ മോള്. അച്ഛൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവന്റെ മുഖം താഴ്ന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സത്യമായ കാര്യമാണ്. എതിർത്തിട്ട് സത്യമല്ലാതാവില്ല. കഴിഞ്ഞ ആഴ്ചയാണ് അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിയുന്നത്. നിഷേധിക്കാൻ കഴിയില്ല. കാരണം പലപ്പോഴായിട്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതിൽ സംഭവിച്ചു പോയിട്ടുണ്ടാവും. പറയടാ. അങ്കിൾ വേണ്ട. ഇന്ദ്ര മുന്നോട്ട് വന്നു. ഇനിയൊന്നും പറഞ്ഞിട്ടും ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഉടനെ ഇവരുടെ വിവാഹം നടത്തണം. അതാ ഇനി വേണ്ട. കൂടെ ശ്രീയേട്ടനെയും മായുടെയും, കഴിയുന്നത് എത്രയും പെട്ടെന്ന്. രാമഹി പറഞ്ഞു കേട്ടല്ലോ. ഇനി മറ്റേ ഭീഷണിയായിട്ട് ശ്രീമംഗലത്തെ പെണ്ണിനെ വേദനിപ്പിക്കാൻ നിൽക്കണ്ട. ആ ഭീഷണിയൊന്നും ഇനി നടക്കില്ല. കാല് മാറാൻ നിൽക്കണ്ട. വച്ചേക്കില്ല നിന്നെ, ഓർത്തോ. പിന്നെ നിങ്ങളുടെ വിവാഹം പെട്ടെന്ന് ഞങ്ങൾ നടത്തും. കൂടെ എന്റെ ഏട്ടനും നിന്റെ മൂത്ത പെങ്ങളുമായിട്ടുള്ള വിവാഹവും. മായ, അവളാ എന്റെ ഏട്ടന്റെ പെണ്ണ്, ശില്പയല്ല. കുറിച്ചു വെച്ചോ. ഞങ്ങൾ പോയി കഴിയുമ്പോ മറന്നു പോകണ്ട. ഇല്ല മക്കളെ, അവൻ മറക്കില്ല. അവന്റെ ഇഷ്ടത്തിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. ശരിയെങ്കിൽ ഞങ്ങൾ മുത്തശ്ശനോട് സംസാരിക്കട്ടെ, എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. ഇന്ദ്രൻ പറഞ്ഞു കേട്ട് മായയുടെ അച്ഛൻ തലയാട്ടി. മായ, ഞങ്ങൾ ഇറങ്ങുക. ഒന്നിനു വേണ്ടി നിന്നെ നഷ്ടപ്പെടുത്താൻ നിന്റെ ശ്രീയേട്ടന് കഴിയില്ല. അത്രയും നീ മനസ്സിലാക്കിയാൽ മതി. അവന്റെ വാക്കുകളെ ദൃഢത മായ പ്രതീക്ഷയോടെ ഏറ്റെടുക്കുമ്പോഴും തൊട്ടരികിലൊരു വാതിൽ മറവിൽ മായയെ കൊല്ലാനുള്ള പയ്യാൽ ശില്പ പല്ലുകൾ കടിച്ചമർത്തി. അച്ഛാ, എത്ര നേരം ഇങ്ങനെ ഇരിപ്പ്, ആരെയും നോക്കാതെ, ഒന്നും മിണ്ടാതെ. ശ്രീധരൻ ഓരോന്നാലോചിച്ച് ഒരേ ഇരിപ്പാണ്. ഇത്രയും കാലം ഇങ്ങനെ നാണക്കേടി തറവാട്ടിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അതും സംഭവിച്ചിരിക്കുന്നു. അച്ഛാ, ഇന്ദ്രന്റെ അമ്മ യശോദ വീണ്ടും വിളിച്ചു. ശ്രീധരൻ മുഖമുയർത്തി അവരെ നോക്കി. അതെ അച്ഛാ, അച്ഛനും വല്ലതും മിണ്ടിക്കൂടെ? ഇങ്ങനെ ഒന്നും മിണ്ടാന്നാ ഞങ്ങൾക്കതൊരു പ്രയാസ. പിള്ളേർ അങ്ങോട്ട് പോയിട്ടൊരു വിവരം അറിഞ്ഞില്ല. അച്ഛനെങ്കിലും ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയുക. യശോദയ്ക്ക് പിന്നാലെ സുധാകരനും പറഞ്ഞുകൊണ്ടിരുന്നു. അതിനും അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. കാരണം അതിനൊന്നുള്ള ഒരു മറുപടി അദ്ദേഹത്തിന്റെ അടുത്തില്ലായിരുന്നു. ഏട്ടാ, ഞാൻ അശോകേട്ടനൊന്ന് വിളിക്കട്ടെ. ഓഫീസിൽ നിന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറയട്ടെ. ആ യശോദേ, അവനോട് ഇങ്ങോട്ട് വരാൻ പറ. അപ്പോഴേക്കും ശ്രീന്ദ്രന് എത്തുമായിരിക്കും. ഇപ്പൊ പറയാം. അച്ഛാ, അമ്മേ, ഇവിടെ എന്താ പ്രശ്നം? പെട്ടെന്നുള്ള ശബ്ദം കേട്ടത് എല്ലാവരും തിരിഞ്ഞു നോക്കി. ശ്രീധരന്റെ ഒരേ ഒരു മകൾ ഉമയാണ്. എന്ത് പ്രശ്നം? ഇവിടെ എങ്ങനെ ഒരു പ്രശ്നമല്ലേ ഉമ്മേ? എന്തുകൊണ്ട്? അമ്മ വെറുതെ പറയുന്ന? ഉമ്മയുടെ വെപ്രാളം കണ്ടത് അമ്മളെ നോക്കി പറഞ്ഞു. ഉണ്ട്, ഞാൻ ബാങ്ക് വരെ ഒന്ന് പോയിരുന്നു. ഇപ്പൊ ഒന്ന് കയറിയതേ ഉള്ളൂ. അതുകൊണ്ടൊന്നും അറിയാതെ പോയത്. എന്തോ ഒരു വലിയ പ്രശ്നം ഇവിടെ നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് പറയും. ഒന്നുമില്ലെന്ന് ഒരു തവണ ഞാൻ പറഞ്ഞില്ലേ ഉമ്മേ, നീ പോയി നിന്റെ പണി നോക്ക്. എന്നിട്ട് അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. ശ്രീകുട്ടി വന്ന് പറഞ്ഞല്ലോ ശ്രേയക്ക് എന്താ അബദ്ധം പറ്റിയെന്നോ മറ്റോ. സത്യമാണോ എടുത്തി? പത്മയെ നോക്കി ഉമ്മ ചോദിച്ചോ. എല്ലാവരും ഉമ്മയെ ഈർഷ്യയോടെ നോക്കി. എന്നെ നോക്കി പീഡിപ്പിച്ചിട്ട് കാര്യമില്ല. ആ കുടുംബത്തിലുള്ളവർ ഒറ്റൊന്നിനെയും വിശ്വസിക്കുന്നത് മുമ്പേ ഞാൻ പറഞ്ഞതാ. ഇപ്പൊ എന്തായി? അവസരം വന്നപ്പോ അവരുടെ തനി ഗുണം അവൻ കാണിച്ചു. ആ ചെക്കൻ ആള് ശരിയില്ലെന്ന് എനിക്ക് മുമ്പേ തോന്നിയതാ. അവന്റെ ഒരു മാതിരി അഹങ്കാരം പിടിച്ച നോട്ടവും ആകെ ഒരു അത് ഞാനൊരിക്കലും ഏടത്തിയോട് ഓർമ്മിപ്പിച്ചതുവാ. അപ്പൊ ഏടത്തിനോട് ദേഷ്യപ്പെട്ടു. ശ്രേയ ഇതൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞ് എന്റെ വാടപ്പിച്ചു. ഇപ്പൊ കണ്ടില്ലേ അവൻ ചെയ്തു വെച്ചത്? അത്യാവശ്യം പേരുകേട്ട ശ്രീമംഗലം തറവാടിന്റെ പെണ്ണിനെ തന്നെ അവൻ വീഴ്ത്തി. ആ മഹി സമാധാനയിൽ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണല്ലോ ശ്രേമോള് കൊണ്ടുവന്ന്. ഈ തറവാടിനല്ലേ ഇപ്പൊ നാണക്കേട്. എങ്ങനെ ഇനി നാലാടോ മുഖത്ത് നോക്കിയിട്ട് പുറത്തിറങ്ങി നടക്കുക? ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പച്ചി ഒന്ന് നിർത്ത്, ഒരുപാട് നേരമായല്ലോ. ശ്രേയ അപ്പച്ചിയുടെ നേരെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു.
ഞാൻ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല മോളെ. ഞാൻ നിർത്തിയാലില്ലെങ്കിൽ നടക്കണേ ചെയ്യും. നീ ഒരു പൊട്ടിപ്പിണ്ണ് തന്നെ. ആ തെണ്ടിയെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ എന്ന് ചിന്തിച്ചു പോവാൻ ഞാൻ. നല്ല കുടുംബം. ഇനി ആ മായക്കും വല്ല ഗർഭം മറ്റും ഉണ്ടെന്ന് അന്വേഷണം നടത്തുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പെട്ടുപോകും. അവസാനം കരഞ്ഞിട്ടും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പച്ചി മതി, നിർത്തിക്കോ. ഇനി ഒരക്ഷരം വേണ്ടി പോരുത്. അവരുടെ സംസാരം കേട്ടു വന്ന ശ്രീഹരിയുടെ ശബ്ദം ഉമയുടെ നേരെ ഉയർന്നു. അപ്പച്ചിനി കൂടുതലും സംസാരിക്കണ്ട, ആരെക്കുറിച്ചും. മനസ്സിലായല്ലോ? മോനെ ശ്രീ, അപ്പച്ചി ഇതിന് അങ്ങനെയൊന്നും പറഞ്ഞല്ലേടാ. ഞാനും സത്യം പറഞ്ഞല്ലേ. എന്ത് സത്യങ്ങൾ അപ്പച്ചി കാലത്ത് ഇനി കൂടുതൽ സംസാരിക്കണ്ട. ശ്രീഹരി വീണ്ടും പറഞ്ഞതും ഉമ്മ മുഖം വീർപ്പിച്ചൊരു ഭാഗത്തേക്ക് മാറി നിന്നു. മക്കളെ എന്തായടാ, അവനെന്ത് പറഞ്ഞു? ശ്രീഹരിയുടെ അച്ഛൻ ചോദിച്ചു. അവർ രണ്ടുപേരും അച്ഛൻ്റെയും മുത്തശ്ശൻ്റെ അരികിലേക്ക് ചെന്നു. മുത്തശ്ശ, അച്ഛൻ നിങ്ങൾ പോയ ആ സമയം മുതൽ ഒരേ ഇരിപ്പാ, ഒന്നും സംസാരിക്കുന്നില്ല. അതെങ്ങനെയാ സംസാരിക്കുക? ശ്രീമംഗലം വീണാകെ നാണക്കേണ്ടായതല്ലേ. അപ്പൊ അച്ഛന്റെ ശബ്ദം പോലും ഇല്ലാതായി. ഒരിടത്ത് മാറിയ ഉമ്മയുടെ ശബ്ദം വീണ്ടും ഉയർന്നു. ഇന്ദ്രൻ അവർ രൂക്ഷമായി നോക്കേണ്ട അടുത്തേക്ക് ചെന്നു. അപ്പച്ചി, കുറച്ചു സമയം മിണ്ടാതിരിക്കുക. അപ്പച്ചിക്ക് എന്തെങ്കിലും വേണം? ദയവ് ചെയ്തൊന്നും മിണ്ടാതിരിക്കുക പ്ലീസ്. ശ്രീകുട്ടി, നിന്റെ അമ്മയോടൊന്ന് കൊണ്ടുപോ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാനെങ്കിലൊന്ന് പറ. ശ്രീകുട്ടിയെ നോക്കി ഇന്ദ്രൻ കെഞ്ചിയതും അവൾ ഉമ്മയുടെ കയ്യിൽ പിടിച്ചു വലിച്ച അകത്തേക്ക് കടന്നു. വീട് വേണേ, ഞാൻ പറയട്ടെ. അമ്മ ഇനിയൊന്നും പറയണ്ട, മതി, പറഞ്ഞിടത്തോളം മതി, ഇനിയൊന്നും പറയണ്ട. അതെ, ഇങ്ങനെ ഓരോന്നിനും തലയിട്ട് ഉള്ള വില കളയില്ലേ അമ്മേ. പറഞ്ഞ് ഇന്ദ്രേട്ടന് ചെറിയൊരു ഇഷ്ടമൊക്കെ ഇപ്പം എന്നോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് അമ്മയുടെ സംസാരം കൊണ്ട് ഇല്ലാതാക്കരുത്. ഇങ്ങനെ പോയ അമ്മ എല്ലാം കൊളാക്കും. ഇല്ലടാ മക്കളെ, ഇനി ഞാനൊന്നും പറയില്ല. ആ കാര്യം പെട്ടെന്ന് ഞാൻ ഓർത്തില്ല. ഇനി അമ്മ മിണ്ടില്ല, പോരെ? അതേ, അവനെ മുറുക്കി പിടിച്ചോളണം, വഴുതി പോയേക്കരുത്. ഇല്ലമ്മേ, ഇന്ദ്രേട്ടനെ ഞാൻ നോക്കിക്കോളാം. തൽക്കാലം അമ്മ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് അഭിപ്രായമൊന്നും പറയാതിരുന്നാൽ മതി, അത് അവര് തീർത്തോളും. ഇല്ലടി മോളെ, നീ പറയുന്നതിനപ്പുറം ഒരു അക്ഷരം മിണ്ടില്ല. ആ, അങ്ങനെയായാലും അമ്മക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇന്ദ്രേട്ടനെയും ശ്രീയേട്ടനെയും വായിലുള്ള ചീത്ത മുഴുവൻ അമ്മയ്ക്ക് മാത്രമായിട്ട് കേൾക്കാം. ഇല്ല പെണ്ണെ, ഞാൻ മിണ്ടില്ല. ശ്രീകുട്ടി പറഞ്ഞു. ഉമ്മ അവളെ കൂർപ്പിച്ച് നോക്കി. മോനെ ശ്രീഹരി. എന്താ മുത്തശ്ശ? ശ്രീഹരി ഇന്ദ്രനും മായയുടെ വീട്ടിൽ പോയി എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ശ്രീധരൻ പതിയെ കൊച്ചുമകനെ അടുത്തേക്ക് വിളിച്ചു. അത് നിങ്ങളുടെ കല്യാണം നമുക്ക് ഉടനെ നടത്തണം. നേരത്തെ ഉമ്മ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാണെങ്കിലും ഈ പ്രശ്നം നമ്മുടെ ഈ തറവാടിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ രണ്ടാളുടെയും കല്യാണം ഉടനെ നടത്തണം. മോൻ്റെ ഇഷ്ടം അതെന്തായാലും മുത്തശ്ശൻ അറിയാം. അതുപോലെ നടക്കുള്ളൂ. ആർക്കു വേണ്ടി നിന്റെ ഇഷ്ടം ഇല്ലാതാക്കാൻ ഈ മുത്തശ്ശൻ സമ്മതിക്കില്ല. അതുപോലെ നിനക്ക്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.